ഇന്നത്തെ ആദ്യത്തെ സിനിമ നമ്മളങ്ങനെ വിജയകരമായി കണ്ടു കഴിഞ്ഞു. കെ സിനിമാസിൽ പോയിട്ട് നമ്മൾ തോറ് കണ്ടു. ആ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ആ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു കടുവ കാണാനായിട്ട് ഞങ്ങൾ തൃശ്ശൂർ പോവുകയാണെന്നല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂരുള്ള ഏത് തിയേറ്ററിലാണ് പോകുന്നത്? ചാലക്കുടി സുരഭി തിയേറ്റർ. യെസ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ ആൾക്കാർ കമന്റ് ചെയ്ത തിയേറ്ററാണ്. പിന്നെ ഈ ഒരു തിയേറ്റർ ബുക്ക് മൈ ഷോയിൽ അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. പേടിഎം വെച്ചിട്ടാ ബുക്ക്. പേടിഎമ്മിൽ ടിക്കറ്റ് നൂലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് സീറ്റ്സ് ഒന്നും അവർ നമ്പറൊന്നും പേടിഎമ്മിൽ ടിക്കറ്റ് നൂല് സീറ്റിന് നമ്പർ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നോക്കിയപ്പം അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ ആണല്ലേ. പിന്നെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 129 രൂപയാണല്ലേ. പിന്നെ തിയേറ്ററിന്റെ പേര് കൊടുത്തേക്കുന്നത് സുരഭി മൂവീസ് 4K എന്നാണ്. സൗണ്ടിന്റെ കാര്യം ഒന്നും അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ സൗണ്ടിന്റെ കാര്യത്തെ കുറിച്ച് യാതൊരു ഐഡിയയില്ല. നമുക്ക് അവിടെ ചെന്നാലേ അറിയാം. അപ്പോൾ ഞങ്ങൾ കെ സിനിമാസിൽ നേരെ നമ്മുടെ തൃശ്ശൂർ ചാലക്കുടിയിലുള്ള സുരഭി തിയേറ്ററിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഇന്ന് കടുവ കാണുന്നത്. അപ്പോൾ ബാക്കി എല്ലാ വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ടൗണാണ്, നല്ല തിരക്കാണ്. അപ്പോൾ ഈ തിരക്കിനിടയിൽ ഒന്ന് സിനിമ കാണാൻ തോന്നിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് പോന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിലെ സുരഭി തിയേറ്ററിൻ്റെ തൊട്ട് മുൻപിലാണ്. സുരഭി മൂവീസ് 4K ക്രിസ്റ്റി 70mm ബിഗ് സ്ക്രീൻ 3D ഡോൾബി 7.1. അപ്പോൾ സൗണ്ട് സറൗണ്ട് സിസ്റ്റം കേട്ടോ. പിന്നെ ഇവിടെ കടുവയുടെയും തോറിൻ്റെയും ഷോർട്ട് ടൈം ഒക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ 2 സ്ക്രീനാണ്. കടുവയ്ക്ക് 4 ഷോ ഉണ്ട്. പിന്നെ തോറിന് നോക്കി 6 ഷോ ഉണ്ട്. എൻ്റെ മോനെ, അതാണ് മാർവൽ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിലേ തിയേറ്ററിന് സൈഡിലുള്ള ഈ വഴി ഉണ്ടല്ലോ, ഇതുവഴി നമ്മൾ അകത്തോട്ട് പോകണേ. ഇപ്പോൾ ഷോ കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല തിരക്കുള്ള സിനിമയൊക്കെ ആണെങ്കിൽ 2 വീലറൊക്കെ ഈ ഒരു സൈഡിൽ പാർക്ക് ചെയ്യാൻ തോന്നുന്നു. ഈ കാണുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്ന വഴിയാണേ. ഇവിടെ ആയിട്ടാണ് നമ്മുടെ 2 വീലേഴ്സൊക്കെ പാർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ഷെഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ വലിയ സീനൊന്നുമില്ല. നമ്മുടെ വണ്ടി സേഫായിട്ട് തന്നെ വെക്കാൻ പറ്റും. പിന്നെ ആ അറ്റത്തായിട്ടാണ് നമ്മുടെ 4 വീലേഴ്സ് പാർക്ക് ചെയ്യുന്നത്. പക്ഷേ 4 വീലേഴ്സ് പാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പാർക്കിംഗ് ഫീ ആയിട്ട് നമ്മൾ 20 രൂപ കൊടുക്കണം. അത് കൊടുത്താൽ മാത്രമേ നമുക്ക് വണ്ടി ഇവിടെ ഇടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടേ. പിന്നെ 4 വീലറിൻ്റെ പാർക്കിംഗ് ഏരിയ അത്ര വിശാലമൊന്നുമല്ല കേട്ടോ. പിന്നെ ഇവിടെ 2 സ്ക്രീൻ ഉള്ളതുകൊണ്ടേ ഷോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആകുമല്ലോ. അപ്പം പാർക്കിങ്ങിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ അവർ നോക്കുമായിരിക്കുമല്ലേ. ഈ പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഞങ്ങളിപ്പോൾ ഓൺലൈനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ കൗണ്ടറിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കണം. ഇവിടെയും ആ ഒരു പരിപാടി തന്നെ തുടർന്ന് പോവുക കേട്ടോ. വൈ സുരഭി വൈ. ടിക്കറ്റ് കിട്ടി. ഞങ്ങളെ എംറോയാണ് ബുക്ക് ചെയ്തത്. ഈ എംറോ എന്ന് പറയുമ്പോൾ ഏതാണ്ട് മിഡിലായിട്ട് വരും. ഇതേ നേരെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ തന്നെയാണ് പാർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുരഭിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നേരെ മുകളിലോട്ട് പോകണേ. യെസ്, അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറി ആ കാണുന്നതാണ് നമ്മുടെ സുരഭിയുടെ എൻട്രൻസ്. പിന്നെ സിനിമ കടുവ ആയതുകൊണ്ടേ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ സിനിമ കാണാനായിട്ട്. ഇവിടെ ഒരു ചെറിയ സ്നാക്ക് കൗണ്ടർ ഉണ്ട്. പോപ്കോൺ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ സുരഭി തിയേറ്ററിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇനി ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് നേരെ അകത്തേക്ക് കയറേ. ആ ഡോറല്ലായിരുന്നു, അപ്പുറത്തെ ഡോറായിരുന്നേ. അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടോ. അപ്പം കയറാനായിട്ട് 2 എൻട്രൻസ് ഡോർ ഉണ്ട്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ നമുക്ക് ടിക്കറ്റ് കാണിച്ചിട്ട് നേരെ അകത്തേക്ക് കയറേ. അവിടെ എന്തോ ട്രെയിലറൊക്കെ ഇട്ട സൗണ്ട് കേൾക്കുന്നുണ്ട്. യെസ്, അങ്ങനെ നമ്മുടെ തിയേറ്ററിനകത്തേക്ക് കയറുവാണ്. നീ നിന്റെ കാര്യം പറയാൻ മാർച്ച് 29 നടന്ന ഒരു ഷട്ടിൽ കോട്ടിലെ കൊലപാതകം അറിയില്ലേ? വിപിൻ നേരെ പോയിട്ട് അവിടെ കളി കണ്ടിരിക്കുന്ന ഗോപിയേട്ടന്റെ മേലെ witness person. Are you ready? തിയേറ്ററിനകത്തൊരു ഷൂട്ട് ചെയ്യുമ്പോഴേ ഇതാണ് അവസ്ഥ. മൊത്തം ഇരുട്ടാണ്. ഇവിടെ 2 ലെയർ സ്പീക്കറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മുൻപിലേ. പക്ഷെ നമ്മൾ തളരത്തില്ല. നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളെ അതൊക്കെ കാണിച്ചിരുന്നതായിരിക്കും.
കടുവ ഡയറക്ടർ ബൈ ഷാജി കൈലാസ്. അങ്ങനെ നീണ്ട 9 വർഷത്തിന് ശേഷം നമ്മുടെ ഡയറക്ടർ ഷാജി കൈലാസ് ഒരു പുതിയ സിനിമയായിട്ട് വന്നേക്കാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്റർ ഇതുവരെ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറിക്കോ, നിങ്ങൾക്ക് നല്ലൊരു മാസ് ആക്ഷൻ സിനിമ കണ്ടിട്ട് ഇറങ്ങാൻ പറ്റും അല്ലേ. പിന്നെ ഫാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് തിയേറ്ററിനകത്ത് കയറിയിട്ട് ഗംഭീരമായിട്ട് ആഘോഷമാക്കാൻ പറ്റിയൊരു സിനിമയാണ്. പിന്നെ ഞാനും ഒരു ഫാനാണല്ലേ. അപ്പം ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ അത്ര ഗംഭീരമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഒരു പുതുമയൊന്നും ഇതിൽ തോന്നിയിട്ടില്ല. നേരത്തെ നമ്മൾ കണ്ടിരുന്ന അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. യെസ്, ഷാജി കൈലാസ് ഒരു 9 വർഷം മുമ്പ് എങ്ങനത്തെ സിനിമകളൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത് അതേ പാറ്റേണിലുള്ള ഒരു സിനിമയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയല്ലേ. നമ്മൾ കണ്ടുമടുത്ത കഥകൾ തന്നെയാണ്. പിന്നെ ഈ സിനിമയിലേക്ക് വരുമ്പോഴേ നമ്മുടെ പൃഥ്വിരാജിന്റെ ഇതേ പാറ്റേണിലെ മൂന്നാമത്തെ സിനിമയാണ്. ഈ ഒരു സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയും 2 വ്യക്തികൾ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യം വ്യക്തി ഉദ്ദേശമൊക്കെയാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മുടെ അയ്യപ്പൻ കോശിയിൽ അതേ കോൺസെപ്റ്റ്. അത് 2ാമത്തെ പടമാണ്. ഇതിന് തുടക്കം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണല്ലോ. ഡ്രൈവിംഗ് ലൈസൻസിൽ തുടങ്ങി അയ്യപ്പനും കോശിയിൽ തുടർന്ന് വന്നു, അത് കഴിഞ്ഞിട്ട് കടുവയെ വന്ന് നിൽക്കുവാണ്. ഒരേ പാറ്റേണിലുള്ള 3 സിനിമകളാണ്. അപ്പൊ ആസ് എ പൃഥ്വിരാജ് ആരാധന എന്ന നിലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്ന കാര്യങ്ങളും പുള്ളിയുടെ സിനിമയായിട്ട് അങ്ങനെ വലിയ മാച്ച് ഒന്നും തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പുള്ളിയുടെ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ സിനിമയെ പറ്റി പറയുന്ന കാര്യങ്ങളും സിനിമയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞു 90കളിൽ നടക്കുന്ന ഒരു കഥയാണ്, പക്ഷേ അത് പുതിയ തലമുറയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് എടുത്തേക്കുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എല്ലാം സെയിം പാറ്റേൺ തന്നെയാണല്ലേ. ഇപ്പൊ സ്റ്റോറി ആണെങ്കിലും ആക്ഷൻ സീനൊക്കെ നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് പഴയ രീതിയിലുള്ള ഒരു ഇത് അത് തന്നെ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു പുതുമയൊന്നും തോന്നിയില്ല. പിന്നെ ക്യാമറ കുറെ വ്യത്യസ്തമാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആറാട്ടിനകത്ത് ഇതുപോലത്തെ കുറെ ഫ്രെയിംസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു സൂപ്പർ താരത്തിന്റെ സിനിമകളിൽ കുറെ ആക്ഷൻ സീനുകൾ മാത്രം കുത്തിക്കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഗംഭീര സിനിമ ആവത്തില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും തോന്നി കേട്ടോ. ഇതിനകത്ത് കുറെ BGM ഉണ്ട്, കുറെ ആക്ഷൻ സീൻസ് ഉണ്ട്, കുറെ ആക്ഷൻ സീൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ആക്ഷൻ സീൻസിലും പുള്ളി വരുന്ന സമയം സ്ലോ മോഷൻ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് സിനിമ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പുതുമകളൊന്നും തോന്നാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഗംഭീര ഒരു സിനിമയായിട്ട് തോന്നിയില്ല. പക്ഷേ അതുകൊണ്ട് സിനിമ മോശമാണെന്ന് പറയുമല്ല. നിങ്ങൾക്ക് തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു ആക്ഷൻ സിനിമ കണ്ടിട്ട് തിരിച്ചിറങ്ങാൻ പറ്റും. ഇപ്പൊ പൃഥ്വിരാജ് ആരാധകർക്ക് തന്നെ പുള്ളിയുടെ ഒരു നല്ല അടിപ്പടം കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണല്ലോ. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക. അവർക്ക് എന്തായാലും ഗംഭീരമായിട്ട് തിയേറ്ററിൽ പോയി ആഘോഷമാക്കിയിട്ട് വരാൻ പറ്റും അല്ലേ. പിന്നെ ഞാനൊരു പൃഥ്വിരാജ് ഫാനാണ്. എനിക്ക് ഒരുപാട് വിധേയത്വമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു സിനിമയെ പറ്റി തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ ഓരോ കഥാപാത്രങ്ങളുടെ അഭിനയത്തെ പറ്റിയൊക്കെ ചോദിക്കുവാണെങ്കിലേ ഇപ്പോൾ ഈ സിനിമയിൽ കൂടുതലും കാണിക്കുന്നത് നായകനെയും വില്ലനെയാണ് അല്ലേ. പിന്നെ അവരുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നായികയ്ക്കും, അതായത് നായകന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പ്രത്യേകിച്ച് ഒരു റോളും ഇല്ലല്ലേ. ഇടയ്ക്ക് വന്നും പോയിരിക്കുന്ന ഒരു റോള്. നമ്മൾ അയ്യപ്പനും കോശിയിലും കണ്ടൊരു ഭാര്യ ഉണ്ടല്ലോ, ആ ഒരു സെയിം വെർഷനൊക്കെ തന്നെ. കുട്ടികൾക്കും വലിയ കാര്യമായിട്ടുള്ള റോളൊന്നുമില്ല. മെയിനായിട്ട് കാണിക്കുന്നത് നമ്മുടെ നായകനെയും വില്ലനെയും അവരെ കുറച്ച് സ്ലോ മോഷനൊക്കെ ഇട്ടാണ് കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഗംഭീര അഭിനയ പ്രകടനം അങ്ങനത്തെ ഒന്നും തോന്നിയില്ല അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കടുവ കണ്ടത് നമ്മുടെ ചാലക്കുടിയിലെ സുരഭി തിയേറ്റർ. അപ്പോൾ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഴയ തിയേറ്റർ ആണല്ലേ. പിന്നെ സ്ക്രീനിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വലിയ സ്ക്രീനാണ്. വലുതെന്ന് പറഞ്ഞാൽ പോരാ, നല്ല വലിയ സ്ക്രീനാണല്ലേ. പിന്നെ പ്രൊജക്ഷൻ നല്ല പ്രൊജക്ഷൻ ആയിരുന്നു അല്ലേ. 4K പ്രൊജക്ഷൻ ആയതുകൊണ്ട് നല്ല പ്രൊജക്ഷൻ ആയിരുന്നു. പിന്നെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ സൗണ്ട് അടിപൊളിയായിരുന്നു. ഫ്രണ്ടിലൊക്കെ ഡബിൾ ലെയർ സ്പീക്കർ കൊടുത്തിരുന്നതുകൊണ്ട് നമുക്ക് ആ കൃത്യ എഫക്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ ഡോൾബി 7.1 ആണ്. സറൗണ്ടിന് അവർ 2 ലെയർ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. ഇതിനകത്ത് ഒത്തിരി BGM ഒക്കെ ഉള്ള ഫിലിം ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ എഫക്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതെ. പിന്നെ സീറ്റിന് ഒരു കംഫർട്ട് പറയുകയാണെങ്കിൽ ഓക്കെ ആണല്ലേ. പിന്നെ ടിക്കറ്റ് റേറ്റ് അറിയാലോ 130 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കംഫർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് തോന്നിയൊരു പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പൊ ഈ തിയേറ്ററിൽ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു അല്ലേ. സാധാരണ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരുന്നു, പക്ഷെ ഈ പ്രാവശ്യം ഇങ്ങനെയായിരുന്നു ഈ തിയേറ്ററിലെ സ്ലോപ്പ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്ക് കാണാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനൊരു പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പൊ നമ്മള് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് മേപ്പോട്ട് നോക്കേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ ഫ്രണ്ടിലത്തെ സീറ്റ് കാരണം സ്ക്രീനിന്റെ താഴ്ഭാഗം ഒന്നും കാണാൻ കൂടെ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു കാര്യത്തിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം തോന്നിയത്. നമ്മളിങ്ങനെ കഴുത്തിങ്ങനെ മുകളിലോട്ട് വെച്ച് നോക്കി കാണേണ്ടി വരും. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഒരു സ്ലോപ്പിലുള്ള ഒരു തിയേറ്ററിൽ അല്ലേ. നമ്മൾ ഇതുപോലെ ഒരു സംഭവം എക്സ്പീരിയൻസ് ഉണ്ട്. എവിടെയാണെന്നറിയോ, നമ്മുടെ ട്രിവാൻഡ്രത്തെ ന്യൂ തിയേറ്റർ ഉണ്ടല്ലോ, അവിടെ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ സ്ലോപ്പിന്റെ പ്രശ്നമല്ല, ഇവിടെ പക്ഷേ സ്ലോപ്പ് ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു തിയേറ്റർ ഞങ്ങൾക്ക് അത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പിന്നെ പാർക്കിംഗ് കുറച്ച് പ്രശ്നമുണ്ടല്ലോ. നമ്മൾ ഇപ്പം ഞങ്ങൾ കാറുമായിട്ടാണല്ലോ വന്നത്. കാർ പാർക്കിങ്ങിന്റെ സ്പേസ് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കുറവ് ടിക്കറ്റ് റേറ്റിൽ ഇത്രയും ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമായിട്ട്. ഇപ്പോൾ ഈ 130 രൂപ ടിക്കറ്റ് റേറ്റിൽ അവർ ഇത്രയും ഫെസിലിറ്റി തരുന്നുണ്ടല്ലോ. അതായത് നല്ല പ്രൊജക്ഷൻ തരുന്നുണ്ട്, അത് നല്ല വലിയ സ്ക്രീൻ ആണല്ലേ. അതുപോലെ തന്നെ സൗണ്ടും നല്ലതാണ്. അപ്പം അത് നല്ല കാര്യമാണല്ലേ, എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ആ സ്ലോപ്പിന്റെ കാര്യം കൂടി ഒന്ന് നോക്കിയായിരുന്നെങ്കിൽ ശരിക്കും പറയാൻ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു തിയേറ്ററാണ്. അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങൾക്ക് തിയേറ്ററിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പം നിങ്ങൾ കെ സിനിമാസിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കാണണം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.
ചാലക്കുടി സുരഭി തിയേറ്ററിൽ നിന്ന് ഇറങ്ങട്ടെ ഞങ്ങൾ വരുന്ന വഴിക്ക് സൽക്കാര എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കയറിയേ. അപ്പോൾ അവിടെ ഞങ്ങൾ കഴിച്ച ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീഫ് റോസ്റ്റ്, 2 ഗീ റൈസ്, പിന്നെ 2 ഫ്രഷ് ലൈം. അതിന് റേറ്റ് ഉണ്ടോ? ബീഫ് റോസ്റ്റ് ഒരെണ്ണം 270 രൂപയാണ്, ഫ്രഷ് ലൈമിന് ഒരെണ്ണം 50 രൂപ, പിന്നെ മൊത്തം എല്ലാം കൂടെ 620 രൂപ ആയിട്ടുണ്ടേ. അപ്പോൾ ഇത്രയും പൈസ മുടക്കി രുചികരമായിട്ടുള്ള ഭക്ഷണമൊന്നും അല്ല കിട്ടിയത്, അതൊരു പ്രശ്നമായിട്ട് പറയുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ വയറിന് നല്ല പണി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പൈസ കൊടുത്ത് ഫുഡ് കഴിച്ചിട്ട് ഇതുപോലെ വയറിന് പ്രശ്നമായിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് പണി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.